അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അത് ആരാണെങ്കിലും ഭയങ്കര മോശം. സമ്മറിന് 5 ലക്ഷം രൂപ, സമ്മറിന് രാജ്ടോക്കിന് 2 ലക്ഷം രൂപ, രാജ്ടോക്കിന് അതുലിന് 50,000. എനിക്ക് പറഞ്ഞു ചോദിച്ചപ്പോൾ ഒരു അനുമോൾ വന്ന് എൻ്റെ കാലിലൊക്കെ വീണിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതെനിക്ക് തെറ്റു. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഓൾറെഡി കുറേ ആൾക്കാർ കണ്ടു കാണും. സമ്മർ മീഡിയക്കെതിരെയും അതുപോലെ രാജ്ടോക്കിനെതിരെയും അതുൽ വ്ളോഗ്സിനെതിരെയും ഒരു നാറി ഒരു 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 കള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കള്ള അലിഗേഷൻ ഇട്ട് വീഡിയോ ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയത് എല്ലാവരും കണ്ടു കാണും. അനുമോളെ വിജയിപ്പിച്ചതിൻ്റെ പേരിൽ അതുലിന് കിട്ടിയേക്കുന്ന ഇത്രയും, അതുപോലെ സമ്മറിന് കിട്ടിയേക്കുന്ന ഇത്രയും, അതുപോലെ രാജ്ടോക്കിന് കിട്ടിയേക്കുന്ന ഇത്രയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറിനകത്ത് എഴുതി കുറിച്ചുണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു കള്ള പേപ്പർ നമ്മളെല്ലാവരും കണ്ടു കാണാം. അതിന് നല്ല രീതിയിൽ മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട്. അവനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാനലിനകത്ത് അതിൽ വീഡിയോ അതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുമുണ്ട്, അവൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി ഞാനുൾപ്പെടെ നമ്മളുൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഈ ബിഗ് ബോസ് തീരുന്നത് വരെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഞാനുൾപ്പെടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ പേര് കാണുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവരെ മൂന്നിൻ്റെയും പേര് ഇവൻ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യം സത്യമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. ഒരു 4-5 വട്ടം നമ്മളത് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഞാൻ ഈ പടച്ചു വിടുന്ന വീഡിയോ ഇതൊരു എത്തിക്സ് ഉള്ളൊരു വീഡിയോ ആണോ, ഇത് എത്തിക്സിന് നിരക്കുന്ന വീഡിയോ ആണോ, നിരക്കാത്ത വീഡിയോ ആണോ, ചിന്തിച്ചിട്ട് വേണം അത് പടച്ചിറക്കി വിടാൻ. അല്ലാതെ ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ റീച്ചിനും അതിനും ഇതിനും വേണ്ടിയിട്ട് ചുമ്മാ എവിടെയോ കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവനൊക്കെ എവിടെ കിടക്കുവാന്ന് വെച്ചാൽ എനിക്കൊന്ന് കണ്ണൂരോ മലപ്പുറം കണ്ട കട. ഇവൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ഒരു 3-4 വീഡിയോ കയറി കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് പടച്ചുവിടുന്ന കാര്യങ്ങൾ മൊത്തവും അങ്ങേ അറ്റത്തെ കാര്യങ്ങളാണ്. അളിയൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതി വിടുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ആ ബിഗ് ബോസിൻ്റെ വീഡിയോ ഒക്കെ, ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ ഒരു 3-4 വീഡിയോ, 3-4 കുറേ അടിച്ച് ഞാൻ 3-4 വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് മൊത്തവും ഇവൻ എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ട് വന്നിരുന്ന കുറേ ആൾക്കാർ വാട്സാപ്പിനകത്ത് വോയിസ് ഇടുന്നത്, അതൊക്കെയാണ് ഇവൻ ഈ അളിയിട്ടിട്ടുള്ളത്. അപ്പം ഈ സംഭവം ഇപ്പം ഇവരെ ഈ അതുലിൻ്റെ വിഷയവും അതുപോലെ സമ്മറിൻ്റെ വിഷയവും രാജ്ടോക്കിൻ്റെ വിഷയം ഇവർ പൈസ മേടിച്ചിട്ടാണ് ഈ അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇത് ഇവർക്ക് 3 പേരെയും കരിവാരി തേക്കുന്ന രീതിയിലാണെങ്കിലും ഇത് അനുവിനെ സപ്പോർട്ട് ചെയ്ത മൊത്തത്തിൽ ഉള്ള ആൾക്കാരെ എല്ലാം കരിവാരി തേക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. കാരണം എല്ലാ ആൾക്കാരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളായിക്കോട്ടെ, 2 ആളായിക്കോട്ടെ, 3 ആളായിക്കോട്ടെ, ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ, ഈ പറയുന്ന നീയും മേടിച്ചിട്ടല്ലേടാ ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുന്നതെന്ന്. ഈ പറഞ്ഞിട്ടുള്ള ഒരു കാലിച്ചായ പോലും മേടിച്ച് കുടിക്കാതെയാണ് ഈ പറഞ്ഞിട്ടുള്ള PR-ൻ്റെ കയ്യിൽ നിന്നോ അനുവിൻ്റെ കയ്യിൽ നിന്നോ അനുമോളെ കയ്യിൽ നിന്നോ ഇവർ ആരെ കയ്യിൽ നിന്നും 1 രൂപ പോലും മേടിക്കാതെയാണ് അത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഷോ തീരുന്നവരെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. വേറെ ഒന്നുമല്ല, ആ കൊച്ച് അവിടെ അനുഭവിച്ചിട്ടുള്ള ബുള്ളിങ്ങും അറ്റാക്കുകളും മറ്റുള്ളവരെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും കൂടെ നിന്നിട്ടില്ല ആക്രമിക്കുന്ന ഇതൊക്കെ കാണുന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ കണ്ടന്റുകൾ കൊടുക്കുന്നതും ഈ പറഞ്ഞിട്ടുള്ള അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി, അത് ഇനി കുൽസിതമാണെങ്കിൽ കുൽസിതം, വേറെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെയെങ്കിലും അവിടെ എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കുന്ന അനുമോൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് വെച്ച് മാത്രമാണ് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ, പല ആൾക്കാരും പലരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇവരും അനുവിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഇവരാരും ആ അനുവിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും അതുപോലെയാണ്. എൻ്റെ ഒരു ആത്മാർത്ഥത വെച്ചിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ഞാൻ മേടിച്ചിട്ടില്ലെന്ന് എനിക്ക് 100-ൽ 101% ബോധ്യമുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെയാണ് അവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓരോ ആൾക്കാരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അവർക്കും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്ത്. അവർ പലരെയും കൊണ്ട് ആണയിട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. 1 രൂപ പോലും മേടിക്കാതെയാണ് ഈ പറഞ്ഞിട്ടുള്ള സമ്മർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, രാജ്ടോക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ അതുൽ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് കാരണം എനിക്ക് അതിനകത്ത് ഒരു ശതമാനം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം പുള്ളി അതിലൊക്കെ എനിക്കൊന്ന് ഒരുപാട് ജീവിതങ്ങൾ കണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ആക്സിഡൻറ്റിൻ്റെ വീഡിയോ. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ജീവിതം പഠിച്ചൊരു വ്യക്തിയാണ് ഈ അതുൽ.
ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനൊന്നും ഈ ഒരു പരിപാടി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ പടച്ചു വിടുന്നതിന് മുമ്പ് ഇതിൻ്റെ യാഥാർത്ഥ്യം, വേറെ കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. റീച്ചിന് വേണ്ടിയിട്ട് സ്വയമേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ പേപ്പറിനകത്ത് എഴുതി തുപ്പി ഉണ്ടാക്കി വിടുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. റീച്ച് ഉണ്ടാക്കുക, ഫോളോവേഴ്സിനെ കൂട്ടുക, ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഒരാളെ ഇത് ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക്. ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കി കഴിയുമ്പോഴത്തേക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10 പേരെങ്കിലും കാണാം. 10 പേരെങ്കിലും ഇത് തെറ്റിദ്ധരിക്കും, എടീ ഇങ്ങനെ ഇവനിങ്ങനെ വല്ലതും ചെയ്ത് കാണും. അപ്പോൾ അവരോട് ഞാൻ കൊടുത്തൊരു അവർക്ക് ഞാൻ കൊടുത്തൊരു ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, വിശ്വസ്തത. ആ വിശ്വസ്തതയാണ് ഇതുപോലുള്ള നാറികൾ നശിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവനെ എഴുതി പടച്ചു വിട്ടിട്ടുള്ള കാര്യം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ വിനു അനുവിന് വോട്ട് പിടിക്കാനെ കൊണ്ടും അനുവിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ടും കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്, പൈസ എറിഞ്ഞിട്ടുണ്ട്. ആ പൈസകൾ ഏതിനൊക്കെയാണ് ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് വായിക്കാം. മറ്റേ ഹോസ്പിറ്റലിൽ വോട്ട് പിടിക്കാൻ പോയ സംഭവം ഉണ്ടല്ലോ, 38,500 രൂപ. എന്തായാലും കൊള്ളാം. ഹോസ്പിറ്റലിൽ പോയതിന് 38,500 രൂപ കൊടുത്ത് കമൻസ് ഇടുന്നതിന് 1,28,000 രൂപ കമൻസ് ഇടുന്ന ആൾക്കാർക്ക് കൊടുത്ത്. കൊള്ളാം, അടിപൊളി. റീചാർജ്, അത് ഏത് വകയിലാണ് റീചാർജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 15,650 രൂപ റീചാർജ് ചെയ്യുന്ന വകയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. സമ്മറിന് 5 ലക്ഷം രൂപ, സമ്മറിന്. രാഷ്ടോക്കിന് 2 ലക്ഷം രൂപ രാഷ്ടോക്കിന്. അതുലിന് 50,000. എന്നാൽ എനിക്കിവിടെ അതുലിൻ്റെ പൈസ ഉണ്ടപ്പോഴാണ് എനിക്ക്, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിലാണ്. അപ്പോൾ അതുലിനല്ലേ 5 ലക്ഷം രൂപ പറഞ്ഞത്. ഇത് എങ്ങനെ അതുലിന് 50,000, സമ്മറിന് 5 ലക്ഷം പോയിട്ടുള്ള അതിലാണ്. കാരണം അവസാന ടൈമിലൊക്കെ അതിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഈ അനുമോക്ക് വോട്ട് ചെയ്തു കൊടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ വീഡിയോക്കകത്തൊക്കെ ഞാൻ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടൊരാൾക്ക് 50,000, അത് ഇച്ചിരി കുറഞ്ഞു പോയല്ലോ മോനെ. നീ ഇച്ചിരി ഒരു 50,000 കൂടെ ഒന്ന് കൂട്ടി കൊടുക്കണമായിരുന്നു കേട്ടോ. അത് മോശമായിപ്പോയി, അത് കുറഞ്ഞു പോയി. കാരണം അത്രയും അതിൽ കഷ്ടപ്പെട്ടല്ലേ. അപ്പം നീ ഒരു 50,000 കൂടെ ഒന്ന് വെച്ച് കൊടുക്കണമായിരുന്നു. പിന്നെ ഒതേസ്, ഒതർ ബാക്കിയുള്ളവർക്ക് അത് ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിരിക്കും, വല്ല 10,000-20,000 രൂപയ്ക്ക് ആയിരിക്കും നമുക്കൊക്കെ തന്നിട്ടുള്ളത്. 2,50,000 രൂപ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം, ബാക്കി യൂട്യൂബേഴ്സിനും അതിൻ്റെ പുറവിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൊള്ളാം. പിന്നെ വേറെണ്ണമുണ്ട്, എന്തോ ഹിന്ദി വോട്ട്സ്, അതായത് വോട്ട് പിടിക്കാനെ കൊണ്ട് തമിഴന്മാർക്കും ഹിന്ദിക്കാർക്കും കൊടുത്തിട്ടുള്ളത് 3 ലക്ഷം രൂപ. വിനുവിൻ്റെ സ്റ്റാഫിന് കൊടുത്തിട്ടുള്ള 4 ലക്ഷം രൂപ. എന്ത് വാടേ ഇതൊക്കെ. എന്നിട്ടെല്ലാം കൂടെ മൊത്തത്തിൽ 16,82,150 രൂപ ടോട്ടൽ ചിലവായിട്ടുണ്ടോ. കൃത്യം കണക്ക്. എന്താ കണക്ക്, ഇത് ആരടാ ഇതൊക്കെ. ഇവനെ അതിൽ വിളിച്ചു, ഈ നാറിയെ അതിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇവ കുറേ അവിടെ കടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യാം, ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം, ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതിനോട് ഒരുത്തം പറഞ്ഞാണ്. എന്നാൽ അത് ആരാന്ന് ചോദിച്ചിട്ട് അവനിക്ക് പറയാൻ വയ്യ. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാലേക്ക് ആൾക്കാരുടെ ഇടയ്ക്ക് ഇതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവനൊക്കെ കാലി വാരി നിരത്തടിക്കും. ഇവനൊക്കെ ഒരു മര്യാദ വേണ്ടിയിട്ട്. ഇവനും ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്, ഞങ്ങളും ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. മറ്റുള്ളവരുടെ പേരിൽ ഇതുപോലുള്ളൊരു അലിഗേഷൻ അടിച്ചിറക്കുന്ന സമയത്ത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്ന സമയത്ത് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു കോമൺ സെൻസ് വേണ്ട, ഒന്ന് ചിന്തിക്കാനുള്ള ഇവനൊക്കെ. എന്തായാലും കൊള്ളാം. എന്തായാലും അതിൽ വയറ് ഇറച്ചി കൊടുത്തിട്ടുണ്ട്, മാന്യമായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലും കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം അതിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മറുപടി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാന്യമായിട്ട് തന്നെ അവൻ ഡീൽ ചെയ്തു. വിവരമില്ല, അത്ര തന്നെ. അവൻ്റെ അടുത്തൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇതുപോലുള്ള നമ്മളൊന്നും 1 രൂപ പോലും പേടിക്കാതെയാണ് ഈ അനുവിനെ ആയിക്കോട്ടെ. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത്. ഇനി ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ആയിരിക്കും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യാതെ അനുവിനെ ഞാൻ അനീഷിനെയും സപ്പോർട്ട് ചെയ്ത്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അനീഷിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനുവിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ അടുത്തത് മറ്റേ അനുവിനൊരു ഫ്ലാറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിലൊരു ഫ്ലാറ്റും അതുപോലെ 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് വേറൊരു നാറി ഇതുപോലൊരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കി വിട്ടല്ലോ. അതിനെതിരെ അനുമോള് പ്രതികരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടുപോകാം. ഇപ്പൊ കുറെ ഫേക്ക് ന്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പം കുറെ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫ്ലാറ്റ് തരുന്നുണ്ട്, അത് തരുന്നുണ്ട്. മിക്കവർക്കും അല്ല അങ്ങനെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? മിക്ക ദുബായിലല്ലേ മരിച്ചു അത് കിട്ടൂലോ. ഇതെല്ലാം അതെ, അത് വെറുതെ എനിക്കറിയാം അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സൈബറിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സൈബറിൽ ദുബായ് പോകുമ്പോൾ അവിടെ ഞാൻ ദുബായി പോകുന്നുണ്ട്, അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അത് ആരാണെങ്കിലും ഭയങ്കര മോശം. പക്ഷെ അനീഷേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. പലരും കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാ പലരും വിശ്വസിക്കുന്നത്, പലരും കരുതുന്നേ വീഡിയോ ആണെങ്കിൽ ഇപ്പം എനിക്കറിയില്ല, ഞാൻ വീഡിയോ ചെയ്തില്ലാതെന്ന് വെച്ചാല് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരിട്ട് പോയി. അങ്ങനെ ആരുടെയും പേരിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ബിഗ് ബോസ് ഉള്ള സമയത്തോ പുറത്തു വന്ന സമയത്ത് എന്റെ വീട്ടിൽ ഭയങ്കര ഒരു വീടും വലിയ കാറെന്നൊക്കെ പറഞ്ഞ് ഇട്ടായിരുന്നു. എപ്പോഴും യൂട്യൂബ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ അങ്ങനെ സ്വാഭാവികമാണ്, അതൊരു റീച്ചിന് വേണ്ടി നമ്മുടെ പേര് വെച്ചിട്ട് അത് അനീഷേട്ടനും അനുമോൾക്കും ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ വിസ ഗോൾഡൻ വിസ തന്നിട്ട് പറഞ്ഞെങ്കിൽ. ഓക്കെ, കേട്ടല്ലോ. അനുമോള് ദുബായിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇനി ഇതിനെതിരെ അനീഷ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷിൻ്റെ പേരിലും ഇതുപോലെ ഒരു ഫേക്ക് വീഡിയോ പ്രചരിച്ച സമയത്ത് ദുബായിൽ ഇതുപോലെ ഒരു ഫ്ലാറ്റും അതുപോലെ ഒരു 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ പേരിൽ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അനീഷ് അത് പ്രതികരിച്ചിട്ടുണ്ട്. അനു പറയുന്നുണ്ട് അത് പ്രതികരിക്കാനൊന്നും നിൽക്കുന്നില്ല, ദുബായിൽ പോകുന്ന സമയത്ത് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കൊടുത്തിരിക്കണം, കാരണം ഇതുപോലുള്ള അവന്മാരെ ഉണ്ടല്ലോ വെച്ച് പൊറുപ്പിക്കല്ലേ. കാരണം ഇവരെ പേരും വെച്ചുകൊണ്ട് ഇവരെ ഇതിനകത്തോട്ട് വലിച്ചിറക്കിയിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? നാളെ ഇവരെ പേര് ഇതിനകത്ത് കണ്ടിട്ട് ഏതെങ്കിലും ആൾക്കാർ ഇവന്മാരെ അതിലോട്ട് ചെന്ന് ചാടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഫ്രോഡുകൾ നമുക്കറിയത്തില്ല ഇവന്മാർ ഫ്രോഡാണോ അതോ എന്തായാലും ഇവന്മാർ നല്ല ജെന്യൂനായിട്ടുള്ള പാർട്ടി ആയിരിക്കത്തില്ല. കാരണം ജെന്യൂനായിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് ഫ്രോഡ് ടീമുകളായതുകൊണ്ടാണ് ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് കൊടുക്കാതെ ഒരു സംഭവം വെച്ചിട്ട് കൊടുത്തു എന്ന് കാണിക്കുന്ന ഒരു ഫേക്ക് വീഡിയോ അടിച്ചിറക്കി പ്രചരിപ്പിക്കുന്നത് അല്ലേ. അപ്പം വേറെ ഇതുപോലെ ഇതിനകത്ത് കബളിക്കപ്പെട്ട് വീഴുന്ന ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പോയതിന് ശേഷം ലാസ്റ്റ് ഇത് ആരെയാണ് പഴിചാരുന്നത്? ഈ പറയുന്ന അനീഷിനെയോ അല്ലെങ്കിൽ അനുവിനെ ആയിരിക്കും പഴിചാരുന്നത്. നിങ്ങളെ പേര് കണ്ടുകൊണ്ടല്ലേ ഞങ്ങൾ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയും അല്ലേ. ഇതിനെതിരെ കറക്റ്റ് സമയത്ത് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ പരാതി കൊടുക്കണം. എന്തായാലും പുള്ളിക്കാരി അതിനെതിരെ പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അനീഷ് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പേ. അനീഷിന് കൊടുക്കുന്നൊരു ഫ്ലാറ്റിൻ്റെ ആരോഗ്യം അതിനൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുമ്പുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുവിന് കൊടുക്കുന്നൊരു ഈ പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വിഷ്വൽ കാണിക്കുന്നുണ്ട്. പറയുന്നത് നമ്പർ സഹിതമുണ്ട്. ഇതിനകത്ത് വിളിച്ചിട്ട് ഉമ്മാരെയൊക്കെ ഉണ്ടല്ലോ 10 തെറി വിളിക്കണം, അതാണ് വേണ്ടുന്നത്. അടുത്തത് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെക്കുറിച്ച് വലിയൊരു ആരോപണം അവിടെ ആദ്യം ഉന്നയിച്ചത് അനുമോളാണ് ഇല്ലേ. എന്നിട്ട് ഞാൻ അനുമോളും ഫൈറ്റ് ഉണ്ടാവുകയും അനുമോളോട് ഞാൻ പറയാനും അതൊക്കെ അവിടെ കഴിഞ്ഞു. അനുമോളോട് എത്ര തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാലും അതിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും കുറേ കാര്യങ്ങൾ എല്ലായ്പ്പോഴും. ആദ്യം തെറ്റ് സമ്മതിക്കണം, അതെ ഞാൻ ചെയ്ത തെറ്റാണ്. ഒരു തവണ മാത്രമാണ് അനുമോൾ ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ ഫാൻസ് മൊത്തം ഇതിൻ്റെ വീഡിയോ താഴെ തെറിവിളിയായിരിക്കും. സ്വാഭാവികം, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു തവണ മാത്രമാണ് അനുമോളുടെ വായിന്ന് അറിയാതൊരു വാക്ക് വീണു. നീ കാരണം കണ്ടു കാണുള്ളൂ, നീ കാരണം അല്ലേടാ പെങ്കൊച്ച അഡിക്റ്റ് ആയി പോയെന്നൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അനുമോൾ വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ എന്തിനാ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ വന്ന് എൻ്റെ കാലിലൊക്കെ വീണിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതെനിക്ക് തെറ്റുപറ്റി. അപ്പാനിയുടെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം ഈ ഇൻ്റർവ്യൂവിനകത്തും ഇപ്പോഴും എനിക്ക് തോന്നുന്നു അനുവുമായിട്ടുള്ളൊരു പ്രശ്നം അപ്പാനി ക്ലിയർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് പുള്ളിക്കാരൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു പ്രശ്നം അനുവിൻ്റെ ഭാഗത്ത് നിന്ന് അനുവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായ ഒരു പ്രശ്നമായിട്ട് അപ്പാനി കണക്കാക്കുന്നത്. ഇവിടെ അപ്പാനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള എപ്പിസോഡോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പാനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലായിരുന്നു. അവിടെ അനുവാണോ ഈ ഒരു
അലിഗേഷൻ, ഈ ഒരു സംഭവം അവിടെ കൊണ്ടിട്ടത്, അപ്പാനിയുടെയും അതുപോലെ ബിൻസിയുടെയും വിഷയം കൊണ്ടിട്ടതെന്ന് അപ്പാനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. കാരണം അപ്പാനി അതിനൊട്ട് ശ്രമിക്കുന്നില്ല. പുള്ളിക്കാരൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. ഈ വിഷയം അവിടെ കൊണ്ടിട്ട ആൾക്കാരെല്ലാം ജനങ്ങൾക്കറിയാം, 24 കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കറിയാം. അതല്ല, ഇവർ റീ എൻട്രി കയറി ചെന്നതിന് ശേഷം ആ വീഡിയോ കുത്തിപ്പൊങ്ങി വന്നതുമാണ്, നമ്മളെല്ലാവരും കണ്ടതുമാണ് അല്ലേ. അനു അവിടെ മാറി നിൽക്കുന്നേ ഉള്ളൂ. അനു ആ സൈഡിൽ നിൽപ്പുണ്ട്. ഈ വിഷയം ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ആരൊക്കെയാണ് അവിടെ? ഈ പറഞ്ഞിട്ടുള്ള ആദില, നൂറയുണ്ട്, ശൈത്യമുണ്ട്. ഇവരെല്ലാം ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം കൊണ്ടിടുന്നത്. ഇവരെ പറ്റിയിട്ട് ഉള്ള നെഗറ്റീവ് ഔട്ട് വെളിയിൽ പോവും, വെളിയിൽ നെഗറ്റീവായിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് ആ ഒരു വിഷയം അവിടെ എടുത്തിട്ടേന്നും ആദ്യം സംസാരിക്കുന്നതെന്നും ജനങ്ങൾ കണ്ടതാണ് അല്ലേ. അപ്പം അപ്പാനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അപ്പാനിക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പം ഒന്നുകിൽ പുള്ളിക്കാരനെ അറിയാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് അറിയാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ബിൻസി എവിക്റ്റായതിനു ശേഷം കിച്ചണിൽ വെച്ചിട്ടുള്ളൊരു സംഭവം, അനു അങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യമായിട്ട് അനുവല്ല ആ വീട്ടിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിൻസി എവിക്റ്റായതിനു ശേഷം പറയുന്നത്, നിങ്ങൾ കാരണമല്ലേ ബിൻസി പുറത്തു പോകുന്നതെന്നൊരു ചോദ്യം, അവിടെ ഒരു സംസാരം അനുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ അതിന് അനു അപ്പം തന്നെ സോറി പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ ക്ലോസ് ചെയ്യുന്നുമുണ്ട്. കാലിൽ വീണ് സോറി പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ഇതൊന്നും അപ്പാൻ ഇപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഓരോ ഇൻ്റർവ്യൂവിൽ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.